ഹലോ ഗൈസ്, വെൽക്കം ടു നിഷ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഉപ്പച്ചിയും ഉമ്മച്ചിയും കൂടി മുകളിൽ നല്ല വിറക് പണിയാണ്, ഭയങ്കര വെയിലുമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ തന്നെ ഒരു മിക്സി ജാർ എടുത്തു, ഒരു കുറച്ച് പാലെടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. പിന്നെ മാങ്ങ ഷേക്കാണ് നിങ്ങൾ അടിച്ചാൽ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഓരോ മാങ്ങ തരുന്നുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് മറ്റേ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം തണുത്ത വെള്ളം വെക്കാനായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ. അതായത് തണുത്ത വെള്ളം വെക്കാനായിട്ട് ഞാൻ വേഗം എന്താ പറയുക, ഫിൽറ്ററത്തെ വെള്ളമാണ് ഞങ്ങളിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫിൽറ്ററത്തെ വെള്ളം ഇതെല്ലാം നിറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് അങ്ങനെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അതിന് മുകളിലായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് സുഖമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ ഡോറിൻ്റെ അടുത്താണ് വെച്ചത്. അവിടെ ഓൾറെഡി ഒരു തണ്ടുണ്ടായിരുന്നു. എന്നാലും ഇത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതും വെച്ചു കേട്ടോ. ഞാനതും വെച്ചു. അപ്പോൾ ഓളവിടെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓളത് മാത്രം ചെയ്താൽ ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ തണുത്ത വെള്ളമായിട്ടുണ്ട്. തണുത്ത വെള്ളം ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്ത് വേഗം എടുത്തിട്ടുണ്ട്. കുറച്ച് ക്ഷമ വേണം. അതിന് ശേഷം ഓളെ മാങ്ങ ചെത്തുന്ന സമയത്താണ് കുറച്ച് സമയം കഴിഞ്ഞത്. അപ്പോൾ ഓളെ മാങ്ങ ചെത്തിയത് ഫുള്ള് എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പാലും കൂടി വെച്ചതിന് ശേഷം ഇന്നേക്ക് വെള്ളം പാറാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വെള്ളം തണുത്ത വെള്ളം ഞാൻ കാണിച്ചിരുന്നല്ലോ, അത് കുറച്ച് പാർന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ന്യൂട്രല്ല ഷേക്കൊക്കെ ഉണ്ടാക്കി പറ്റി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുപൊളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അമ്മച്ചിക്ക് എങ്ങനെയാവും ഉപ്പച്ചിക്ക് എങ്ങനെയാവും എനിക്കറിയില്ല. ന്യൂട്രല്ല ഷേക്ക് ഉണ്ടാക്കാൻ ഒരാളുടെ ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും അടിച്ചിട്ടാണ് വീണ്ടും അടിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഒന്ന് തിക്നെസ്സായി നിൽക്കണം, പോരാത്തത് നല്ല തിക്നെസ്സും ആവരുത്, നല്ല വെള്ളം പച്ച വെള്ളം ആവരുത് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഓക്കും പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്കും ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി മാങ്ങ ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അടിച്ചതാണ്. അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് പാർന്നിട്ടുണ്ട്. ഒരു ഫിഷിൻ്റെ പോലുള്ളൊരു ഡിസൈനുള്ള ക്ലാസ് ഞങ്ങൾ എടുത്തത് കേട്ടോ. ഞങ്ങൾക്ക് കുടിക്കലിന് കിട്ടിയതാണ്. അതായത് മാങ്ങ ഒക്കെ വെച്ചതിന് ശേഷം ഞങ്ങളിതാ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈസ് 2 എണ്ണം. ഈ 2 എണ്ണം ഉപ്പച്ചക്കും കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ നമുക്ക് നോക്കിയാലോ കം. അപ്പം ഞാൻ കൊടുക്കുമ്പോൾ നീനു പറഞ്ഞു ഞാൻ കൊടുക്കാമായിരുന്നപ്പോൾ ഉപ്പച്ചി പറഞ്ഞു ഇതെന്താക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ കൊടുത്തു. അപ്പോൾ തന്നെ ഓലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്കും കുറച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ സന്തോഷമായി. അപ്പോൾ എത്ര